കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. പ്രവാസികൾക്ക് സന്തോഷിക്കാൻ ഇടം നൽകിക്കൊണ്ട് കേരള സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രവാസികൾക്ക് ആരെങ്കിലും ജോലി നൽകിയാൽ സർക്കാർ ശമ്പളം നൽകും എന്നുള്ള ഈ പദ്ധതിയുടെ പ്രത്യേകത. ഇതിൻ്റെ പേര് നെയിം എന്നാണ് ഇട്ടിരിക്കുന്നത്, NAME എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. പ്രവാസികൾക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അവർക്ക് നൽകുന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം സർക്കാർ വഹിക്കുന്ന പദ്ധതി നിലവിൽ വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നോർക്ക അസിസ്റ്റന്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് അഥവാ നെയിം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. സഹകരണ സ്ഥാപനങ്ങൾ, എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ESI, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ EPIF, ഉദ്യമ രജിസ്ട്രേഷനുള്ള സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ് LLP കമ്പനികൾ, അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് അർഹതയുണ്ട്. ഓട്ടോമൊബൈൽ, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ സംരംഭകർ എന്നിവയ്ക്കാണ് പദ്ധതിയിൽ ആദ്യമേ ആനുകൂല്യങ്ങൾ നൽകുന്നത്. പ്രവാസികളുടെ തൊഴിൽ നൈപുണ്യവും അനുഭവപരിചയവും സംരംഭങ്ങൾക്ക് പ്രയോജനകരമാകുന്നതിനൊപ്പം തിരികെ എത്തിയ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് തൊഴിൽദാതാക്കൾക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണിത്. പ്രവാസി പുനരധിവാസത്തിനുള്ള നോർക്ക റൂട്ട്സിൻ്റെ NDPREM, പ്രവാസി ഭദ്രത എന്നീ സംരംഭക വികസന പദ്ധതികൾക്ക് പുറമെയാണ് ഈ നെയിം എന്ന പദ്ധതിയുടെ വന്നിരിക്കുന്നത്. ഇതിന് കിട്ടുവാനായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ അധികമാകരുത്. നോർക്ക റൂട്ട്സിൻ്റെ അംഗീകാരം ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ആനുകൂല്യം ജീവനക്കാരുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വേതനം കൈമാറുന്ന തൊഴിലുടമകൾക്ക് മാത്രം. തൊഴിൽ വിസയില്ലാതെ അല്ലെങ്കിൽ തിരികെ എത്തിയിട്ട് 6 മാസം കഴിഞ്ഞവരെയാണ് തിരികെ വരുന്ന പ്രവാസികളായി കണക്കാക്കുന്നത്. പ്രായം 25-നും 70-നും മധ്യയാണ്. വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡങ്ങൾ ബാധകമല്ല എങ്കിലും തൊഴിലിൻ്റെ സ്വഭാവം അനുസരിച്ച് യോഗ്യത ഉണ്ടായിരിക്കണം. പ്രവാസികളുടെ സഹകരണ സംഘങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ 90% അംഗങ്ങൾ പ്രവാസി മലയാളികൾ ആയിരിക്കണം എന്ന നിബന്ധന കൂടി വെച്ചിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ആദ്യം തൊഴിൽദാതാവെ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നോർക്ക റൂട്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രവാസി കേരളീയരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് പ്രതിവർഷം പരമാവധി 100 തൊഴിൽ ദിനങ്ങളിലെ ശമ്പളമാണ് വിതരണം ചെയ്യുക. വേജ് കോമ്പൻസേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സർക്കാർ ഇതും പ്രകാരം നൽകുന്ന പ്രതിദിനം 400 രൂപയാണ് നൽകുക. ഒരു സ്ഥാപനത്തിൻ്റെ പരമാവധി 50 തൊഴിലാളികൾക്കാണ് വേജ് കോമ്പൻസേഷൻ അനുവദിക്കുക. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അപേക്ഷാപത്രത്തിനും വിശദവിവരങ്ങൾക്കും www.norkaROTS.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 04712770 ഫോൺ നമ്പർ ഒന്നുകൂടെ പറയാം, 04712770 ഈ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് വിശദാംശങ്ങളിൽ കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങളും അറിയാവുന്നതാണ്. ഇതുപോലൊക്കെയുള്ള വാർത്ത നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി, നമസ്കാരം.